biosensors, principle, components, working and application. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി യൂണിറ്റ് 1-ലുള്ള മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നതാണ് ബയോസെൻസേഴ്സ്, വർക്കിംഗ്, അപ്ലിക്കേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ബയോസെൻസേഴ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ. ഓക്കെ, so before starting the session, once again, these are the previous year question. Define biosensors, discuss different type of biosensors in pharmaceutical industry, explain the working and application of biosensors, application of biosensors in the pharmaceutical industry. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ജനറൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനെ നോക്കി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹെഡിങ് ഒക്കെ എഴുതി വെച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 5 മാർക്കിന് അപ്ലിക്കേഷൻ മാത്രം എടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആയിരിക്കും അപ്ലിക്കേഷൻ പറയുന്നുണ്ടാവുക. ഞാൻ ചിലപ്പോൾ ഓടിച്ചിട്ട് വിടുന്നുണ്ടാവും. ആ അപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആൻഡ് ബയോസെൻസേഴ്സ്, അപ്ലിക്കേഷൻ ഓഫ് ബയോസെൻസേഴ്സ് ആസ് ആൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ based on this is the learning objective. By the end of the session, students will be able to define the biosensors. They will be able to explain the biosensors, the principle of biosensors. They will be able to describe component and working mechanism of biosensors. They will be able to classify different type of biosensors. Adu oru question aayittu vannadana, different type of biosensors. Discuss the advantages and application. Evaluate the application in the pharmaceutical, clinical and environmental and industrial field. So we can start with the definition of biosensors. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊന്നും വിചാരിക്കേണ്ട, സിമ്പിൾ സാധനമാണ്. Biosensors are defined as independently integrated receptor transducer device which is capable of providing selective, quantitative or semi-quantitative analytical information using an biological recognition element. Okay, അപ്പോൾ ഇവിടെ 3 സാധനങ്ങളാണ് നമ്മളെ മനസ്സിലോട്ട് വരേണ്ടത്. ഒന്ന്, ഒരു ബയോളജിക്കൽ റെക്കഗ്നേഷൻ എലമെന്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ, ഒരു ബയോളജിക്കൽ കമ്പോണന്റിനെ അസസ് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അസേ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. അതുമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കും. ആ പ്രോസസ്സിനെ സിഗ്നലാക്കി മാറ്റാനുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ ഡിവൈസും കൂടി ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് വർക്ക് ഇൻഡിപെൻഡന്റ്ലി. അതായത് ഇത് വേറൊരു കമ്പ്യൂട്ടറിന്റെ മേലെ പോയി കുത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ വലിയൊരു സിസ്റ്റത്തിന്റെ മുകളിൽ കുത്തിയിട്ടൊന്നും വർക്ക് ചെയ്യുന്ന receptor transducer device which is capable of providing selective, quantitative and semi-quantitative analysis. Quantitative എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സെമി ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പരിധി വരെ അത് പറ്റുന്നുണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഈ പറയുന്ന ബയോസെൻസേഴ്സ് ആസ് പെർ ദ IUPAC റെക്കമെൻഡേഷൻ. അതാണ് അതിന്റെ എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. Analytical device usually incorporate biological or biological derived recognition element to detect specific bioanalyte integrated with the transducer to convert the biological signal into an electrical signal. So this is the definition of biosensors. Now coming to the characteristics. So engane aayirikkanam oru ideal biosensors ennulladana. It should be highly specific for the analyte. So if the sample containing many impurities, our biorecognition element should specifically analyze the bioanalyst. എന്തിനാണോ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമ്പ്യൂരിറ്റിന്റെ ഇടയിൽ അതിനെ മാത്രം പോയി ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് മാനേജബിൾ ഫാക്ടേഴ്സ്. അവിടെ ഒരു pH ചേഞ്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുക, ഒരു സ്റ്റിറിങ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഷുഡ് ഗീവ് ലീനിയർ റെസ്പോൺസ്. സോ ആസ് ദ കോമ്പോണന്റ് ഓർ കോൺസെൻട്രേഷൻ ഓഫ് ദി അനലൈറ്റ് ഇൻക്രീസസ്, there should be an increasing response. എന്താണോ റെസ്പോൺസ് എന്താണ് ഉണ്ടാവുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, അതിന്റെ ആ ഒരു എമൗണ്ട് കോൺസെൻട്രേഷൻ അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കണം. And it should be sensitive. Even the analyte is in very low concentration, it should be able to identify, or it should be able to sensitize the analyte.
ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ, മാക്സിമം റെസ്പോൺസ് ഓവർ ലോങ് പീരിയഡ്. അതിനൊരു പെട്ടെന്നൊരു ബയോസെൻസർ ഒക്കെ ഉണ്ടാക്കിയിട്ട് 2 ദിവസം മാത്രം വർക്ക് ചെയ്യാൻ പാടില്ല. അത് എത്രയാണോ അതിന്റെ എക്സ്പയറി ഡേറ്റ് അത്രയും സമയം ഒരു ലോങ് ആയിട്ടുള്ള പീരിയഡിൽ അതിന്റെ സ്റ്റെബിലിറ്റി കാണിക്കണം. And it should be tiny and biocompatible. Sometimes we may have to use biosensor inside the body. നമ്മളൊരു ഇംപ്ലാന്റ് പോലെയൊക്കെ ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ബയോകോമ്പാറ്റബിൾ ആയിരിക്കണം. And it should be cheap, small and easy to use and capable for repeated use. So these are the ideal characteristics of biosensors. Now coming to the components of the biosensors. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ സ്ഥിരം ചോദിക്കുന്നതാണ് components. So we have 2 components, major components, that is biological components and transducer device. So what is the role of biological component? For sensing the presence as well as concentration of analyte. നമ്മൾ എന്തിനാണോ ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കോൺസെൻട്രേഷനെയും അതിന്റെ പ്രസൻസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പോണന്റിനെയാണ് ബയോളജിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. ആൻഡ് whenever an analyte is detected, there will be some kind of biorecognition. അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോസസ്സ് ഉണ്ടാവും, അതിനെയാണ് ബയോ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് there will be some kind of response, like there will be an increasing temperature, there will be an increasing heat, pH change, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. So the second part, transducer device should able to convert this response into an signal. Okay, അതിനു വേണ്ടിയിട്ടുള്ളതാണ് ട്രാൻസ്ഡ്യൂസർ ഡിവൈസ് എന്ന് പറയുന്നത്. So this is the component. We need an analyte to be detected. അത് എന്ത് വേണമെങ്കിലും ആവാം, DNA ആവാം, എൻസൈം ആവാം, പ്രോട്ടീൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഒരു അനലൈറ്റ് വേണം. ആ അനലൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോ റെക്കഗ്നേഷൻ എലമെന്റ് വേണം. സ്വാഭാവികമായിട്ടും അത് അതിന്റെ കോംപ്ലിമെന്ററി സാധനങ്ങളായിരിക്കും. DNA ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി സ്റ്റാൻഡ്, സിംഗിൾ സ്റ്റാൻഡ് DNA കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA സ്റ്റാൻഡ് ആയിരിക്കും. എൻസൈം ആണെങ്കിൽ അതിന്റെ സബ്സ്ട്രേറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും ബയോ റെക്കഗ്നേഷൻ എലമെന്റ് എന്ന് പറയുന്നത്, അതിന്റെ റിസപ്റ്റർ എന്ന് പറയുന്നത്. അത് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാവും. ആ റെസ്പോൺസിനെ ട്രാൻസ്ഡ്യൂസർ ഡിവൈസ് ഒരു സിഗ്നലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിഗ്നലാക്കി മാറ്റും. ചിലപ്പോൾ അത് കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള ഒരു പീക്ക് കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു വാല്യൂ കിട്ടുന്ന രീതിയിലോ എങ്ങനെയെങ്കിലും നമുക്ക് അതിനെ മാറ്റാൻ പറ്റണം. ഓക്കെ, സോ ദീസ് ആർ ദ കമ്പോണൻസ് ഓഫ് ദി ബയോസെൻസേഴ്സ്. ഫസ്റ്റ് വി നീഡ് ആൻ അനലൈറ്റ്. സോ ദാറ്റ് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് ഇൻട്രസ്റ്റ് ടു ബി ഡിറ്റക്റ്റഡ്. എന്തിനാണോ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത് അതിനെയാണ് നമ്മൾ അനലൈറ്റ് എന്ന് പറയുന്നത്. And second component is bioreceptor. So this is the molecule which will specifically recognize the analyte. അനലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത്, ബയോറിസപ്റ്റർ എന്ന് പറയുന്ന സാധനം. ഏതൊക്കെയാണ് ബയോറിസപ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ? എൻസൈംസ്, DNA, ആന്റിബോഡീസ്. അപ്പോൾ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അനലൈറ്റുകളായിരിക്കണം. ആന്റിബോഡി ആണെങ്കിൽ ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, അതിനനുസരിച്ച്. ഓക്കെ, so there will be an process of generation, like ഇങ്ങനെ ആ അനലൈറ്റ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബയോ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. ബയോ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്, so there will be an signal generation like light, pH, heat, charge, mass change. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. ഈ അനലൈറ്റ് ബയോ റിസപ്റ്ററുമായിട്ട് പോയി ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സിഗ്നൽ ഫോർമേഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് ബയോ റെക്കഗ്നേഷൻ എന്ന് പറയാം. ഓക്കെ, നൗ തേർഡ് കമ്പോണന്റ് ഈസ് ട്രാൻസ്ഡ്യൂസർ. സോ ദിസ് ഈസ് ദ എലമെന്റ് വിച്ച് വിൽ കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. അപ്പൊ അവിടെ മുന്നേ ഏതാണോ അവിടെ ഫോം എനർജി ഉണ്ടായിട്ടുള്ളത്, ലൈറ്റ് ആയിട്ടാണോ അതല്ല pH ആയിട്ടാണോ, അതിനെ ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഈസ് നോൺ ആസ് സിഗ്നലൈസേഷൻ. ഇവിടെ ബയോ റെക്കഗ്നേഷൻ ആയിരുന്നു പ്രോസസ് ഉണ്ടായിരുന്നത്, ഇവിടെ എന്താണ് സിഗ്നലൈസേഷൻ, ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നൽ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ആൻഡ് ദിസ് സിഗ്നൽ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് അനലൈറ്റ്. അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ സിഗ്നലിന്റെ ഇന്റൻസിറ്റി കൂടണം. അങ്ങനെയാണ് ഒരു ബയോ സെൻസർ നമ്മൾ മേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, then there will be some kind of electronic devices to amplify the obtained signal. നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ സിഗ്നൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സിഗ്നലിനെ ഡിസ്പ്ലേയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസസുകൾ വേണ്ടി വരും. there will be some kind of amplification as well as conversion from analog to digital form.
നമ്മൾ പണ്ട് 0 1 0 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബൈനറി സിഗ്നലുകളായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സിഗ്നലിനെയാണ് നമുക്ക് ഡിസ്പ്ലേയിൽ LCD മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്ന ABCD അല്ലെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ സിഗ്നലാക്കി മാറ്റുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള സാധനത്തിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളൊരു ലിക്വിഡ് LCD പ്രൊജക്ടർ പോലെയുള്ള അല്ലെങ്കിൽ മോണിറ്റർ പോലെയുള്ള ഇന്റർപ്രിട്ടേഷൻ സിസ്റ്റം ഉണ്ടാവും, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഓർ ഓഫ് കമ്പ്യൂട്ടർ ഓർ ഡയറക്ടർ പ്രിന്റർ പോലെയുള്ള ഒരു സാധനം കൂടി നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വാല്യൂ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ബയോ സെൻസേഴ്സ്, കമ്പോണൻസ് ഓഫ് ദി ബയോ സെൻസേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു. വി നീഡ് ആൻ അനലൈറ്റ് and it will bind with an bioreceptors like enzyme, cells, atom or DNA or nanoparticle, and there will be an biorecognition in the form of light, heat, pH change or mass change, and this response will be converted by an transducer like photodiode, thermistor, pH electrode, force, അതൊക്കെയാണ് സാധാരണ ട്രാൻസ്ഡ്യൂസർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. സോ ഇറ്റ് വിൽ കൺവേർട്ട് ടു ആൻ ട്രാൻസ്ഡ്യൂസർ സിഗ്നൽ, അതിനെയാണ് സിഗ്നലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പറയുന്നത്. അതിനെ ഒരു അനലോഗ് ഡിജിറ്റൽ ആക്കി മാറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉണ്ടാവും സിഗ്നൽ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട്, ആൻഡ് ദാറ്റ് വിൽ ബി പ്രോസസ്ഡ് ആൻഡ് ക്വാണ്ടിഫൈഡ് ബൈ യൂസിങ് ആൻ ഡിസ്പ്ലേ. ഓക്കെ, സോ ദിസ് ഈസ് ദ കമ്പോണന്റ് ഓഫ് ആൻ ബയോ സെൻസസ്. Now this is the principle, ഇതന്നെയാണ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയാനുള്ളത്, which will be based on the principle of signal transduction. So there will be an bioreceptor which will interact with an specific analyte, and the transducer will measure the interaction of output and signal. അപ്പോൾ ഇത്രയും കമ്പോണൻസുകൾ ഉണ്ട്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതൊരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്ന സമയത്ത് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ആണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അവിടെ ഒരു ബയോ റിസപ്റ്റർ അനലൈറ്റുമായിട്ട് പോയി ബൈൻഡ് ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ബയോ അനലൈറ്റുമായിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നുണ്ടാവുക. ആ ഉണ്ടാവുന്ന റെസ്പോൺസ് ട്രാൻസ്ഡ്യൂസർ മെഷർ വിൽ ഇന്ററാക്ട് and output the signal, and usually the intensity of signal will be proportional to the concentration of the analyte. അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന സിഗ്നൽ ഇന്റൻസിറ്റി കൂടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബയോ സെൻസേഴ്സ്. നൗ കമ്മിങ് ടു ദ വർക്കിംഗ്. സോ നമ്മൾ പറയുന്ന അത്ര ഈസി അല്ല എന്ന് മനസ്സിലാക്കാം. ദർ വിൽ ബി സം കൈൻഡ് ഓഫ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ ദിസ് പ്രോസസ് ഇൻ ഓർഡർ ടു പ്യൂരിഫൈ ദ ഇംപ്യൂരിറ്റി ഇൻ ആൻ അനലൈറ്റ്. ഒരു അനലൈറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന അനലൈറ്റ് മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ പ്രോട്ടീൻ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. വളരെ ഫ്രാക്ഷനേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് പ്രോട്ടീൻസുകൾ ഉണ്ടായിരിക്കും. സോ ദ സാമ്പിൾ കണ്ടെയ്നിങ് അനലൈറ്റ് ഈസ് ഫസ്റ്റ് പാസ്ഡ് ത്രൂ ആൻ മെംബ്രെയിൻ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ unnecessary impurities, and this purified sample is then made interact with the biological sensors or biosensors like enzyme, DNA, cell or antibody, and to yield a desired product which will represent as an appropriate chemical entity, heat or electric current or charge. ബയോ റെക്കഗ്നേഷൻ നടക്കുന്ന സമയത്ത് ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കും, ആൻഡ് ദിസ് ബയോകെമിക്കൽ ഓർ ഇലക്ട്രിക്കൽ സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് and processed to corresponding by electronic system, and finally read either on the digital panel or recorded on suitable recording devices. So that is the working. ഈ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കാം. കമ്പോണന്റ് തന്നെയാണ്, അതിന്റെ ആ ഒരു പ്രോസസ്സിൽ തന്നെയാണ് പ്രോസസ്സ് എന്ന് അല്ലെങ്കിൽ വർക്കിംഗ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഓഫ് വർക്കിംഗ്. അപ്പോൾ നമുക്ക് ഒരു അനലൈറ്റ് വേണം. ആ അനലൈറ്റിനെ ഒരു ഔട്ടർ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ യൂസ് ചെയ്ത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ആ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ആവശ്യമായിട്ടുള്ള അനലൈറ്റുകൾ മാത്രം സെൻസിങ് പാർട്ടിലോട്ട് പോയി ബൈൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബയോ റെക്കഗ്നേഷൻ നടക്കുന്നുണ്ട്. ആ ബയോ റെക്കഗ്നേഷൻ നടക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ട്രാൻസ്ഡ്യൂസറിലോട്ട് പോകുന്നത്. ട്രാൻസ്ഡ്യൂസർ ആണ് അവിടെ ഉണ്ടാവുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആക്കി മാറ്റുന്നത്. സോ ദിസ് ഈസ് ദ ടു കമ്പോണന്റ് ഓഫ് ദി ബയോസെൻസസ്, ബയോളജിക്കൽ കമ്പോണന്റ് ആൻഡ് ഫിസിക്കൽ കമ്പോണന്റ്. ബയോളജിക്കൽ കമ്പോണന്റിൽ ബയോ റിസെപ്റ്റേഴ്സുകളായിരിക്കും ഉണ്ടാവുക, ഫിസിക്കൽ കമ്പോണൻസിൽ ട്രാൻസ്ഡ്യൂസർ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, now what are the advantages of biosensors? It is rapid and continuous for the measurement. It will be highly specific. It will be very less user. We need to use very less reagent required for the calibration, and fast response, and ability to measure non-polar molecule that cannot be estimated by other conventional devices also. These are some of the advantages of biosensors. Now there was a question
different types of biosensors. So we can classify the biosensors based on the recognition element as well as based on the transducer used for the biosensors. രണ്ട് രീതിയിൽ നമുക്ക് ബയോസെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തേതാണ് റെക്കഗ്നിഷൻ എലമെന്റ് അനുസരിച്ച് വിച്ച് ബയോ റിസെപ്റ്റർ വി ആർ ഗോയിങ് ടു യൂസ്, വെദർ വി ആർ ഗോയിങ് ടു യൂസ് ആൻ എൻസൈം, ഇറ്റ് ഈസ് നോൺ ആസ് എൻസൈമാറ്റിക് ബയോസെൻസേഴ്സ്. ഇഫ് വി ആർ ഗോയിങ് ടു യൂസ് ആൻ DNA or RNA, we can call it as an DNA or RNA biosensors. Then if we are using any kind of antibody, antigen or biomarkers, it is known as immunosensors. Or sometime we can use all cell sensors, and sometime we can use microbial sensors. Sometime we will use microorganism as an bioreceptor or bio recognition element. So these are the different types of biosensors based on the recognition element. ഏത് recognition element ആണ് ബയോസെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ട്രാൻസ്ഡ്യൂസർ. സോ of course it will be based on the which signal they are going to produce, whether during the bio recognition, whether it is producing any kind of light, we have to use optical biosensors. ആ ലൈറ്റിനെയാണ് നമുക്ക് ട്രാൻസ്ഡ്യൂസ് ചെയ്യേണ്ടത്. If there is any kind of electric charge is producing during the biorecognition, we will use electrochemical biosensors. Or if there is any kind of calorie formation or energy production, we will use for calorimetric biosensors. If there is any kind of heat production, we will use thermoelectric biosensors. If there is any kind of acoustic wave, ultrasound waves പോലെയുള്ള സൗണ്ട്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ piezoelectric biosensors use ചെയ്യും. So these are the different types of biosensors based on transducer used in the biosensors. Okay, so ഒരു 5 മാർക്കിന് ഇത് മാത്രമൊക്കെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ കൂടെ ഒക്കെ നിങ്ങൾ ഇത് ചോദിക്കുകയാണെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്താൽ മതിയാവും. പക്ഷെ നിങ്ങളൊരു 5 മാർക്കിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോസെൻസേഴ്സ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ചതൊന്നും എഴുതിയിട്ട് കാര്യമില്ല. ഇനി പറയാൻ പോകുന്നതാണ് നമ്മൾ എഴുതേണ്ടി വരിക. അപ്പോൾ ഓരോ ബയോസെൻസേഴ്സുകൾ എന്താണ് എന്നുള്ളതാണ്. സോ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ്. ഇവിടെ എന്തിന്റെ ബേസിലാണ് നമ്മൾ ബയോസെൻസറിനെ ക്ലാസിഫൈ ചെയ്തത്? ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബയോ റെക്കഗ്നേഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഒരു ലൈറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആ ലൈറ്റിനെ ട്രാൻസ്ഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. യു വിൽ യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ മെഷർമെന്റ് ലൈക്ക് അബ്സോർബൻസ്, ഫ്ലൂറസെൻസ്, ലൂമിനസെൻസ് for determining the changing the light absorbance between the reactant and the product. Okay, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ബയോസെൻസേഴ്സിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വലി വി വിൽ യൂസ് സം കൈൻഡ് ഓഫ് എൻസൈം ഓർ ആന്റിബോഡി ഫോർ ആസ് ആൻ റെക്കഗ്നിഷൻ എലമെന്റ് ഇൻ ദ ഒപ്റ്റിക്കൽ biosensors, and consist of light source, numerous optical component to generate light beam with the specific characteristic and modify sensing head along with the photo detector. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യണം. ആ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനൊരു സിഗ്നൽ ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബയോസെൻസേഴ്സുകളായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് മെയിൻ അഡ്വാൻറ്റേജ് ഈസ് ഡു നോട്ട് റിക്വയർ എനി കൈൻഡ് ഓഫ് റെഫറൻസ് സെൻസേഴ്സ് ഫോർ ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ്. അപ്പോൾ ഇവിടെ എന്ത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്? ഐദർ വി വിൽ മെഷർ ദ അബ്സോർബൻസ് ഓർ ഫ്ലൂറസെൻസ് ഓർ ലൂമിനസെൻസ്. അബ്സോർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഒരു ലിക്വിഡിലൂടെ അല്ലെങ്കിൽ ഒരു സാധനത്തിലൂടെ കടത്തി വിടുന്ന സമയത്ത് ആ ലിക്വിഡിലുള്ള സാധനങ്ങൾ എത്രത്തോളം ലൈറ്റിന് അബ്സോർബ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതിന്റെ മെഷർമെന്റ് ആണ് എടുക്കുന്നത്. അതിനൊക്കെ ഓരോ ഇൻസ്ട്രുമെന്റ്സുകൾ ഉണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസിൽ ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് നിങ്ങൾ അത് പഠിക്കും. ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന സമയത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ലോവർ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഹയർ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് വൺ ഈസ് ആംബറോമെട്രിക് ബയോസെൻസേഴ്സ്. സോ എന്തായിരിക്കും ഇവിടെ മെഷർ ചെയ്യുന്നുണ്ടാവുക? ആംബിയർ എന്ന് പറയുന്ന സാധനം ഇവിടെ വരുന്നത് ഇലക്ട്രിക് കറണ്ടിൽ വരുന്നതാണ്. അപ്പോൾ ബയോസെൻസേഴ്സ് ബയോ റെക്കഗ്നേഷൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇലക്ട്രിക് സിഗ്നലുകളൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബയോസെൻസറാണ് ആംബറോമെട്രിക് ബയോസെൻസേഴ്സ് എന്ന് പറയും. ഇറ്റ് വിൽ മെഷർ ദ കറണ്ട് resulting from the chemical reaction due to the catalytic conversion of or absorption of the protein of electroactive material on the transducer surface. And the working electrodes usually will use some noble metal like gold, titanium, nickel, indium, titanium oxide ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിന്റെ മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ചേഞ്ചിങ് കറണ്ട് ഈസ് റിലേറ്റഡ് വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ അനലൈറ്റ്.
അപ്പോൾ ഇവിടെ ഇതിന്റെ കറണ്ടിന്റെ ചേഞ്ച് ആണ് നമുക്ക് കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ബയോസെൻസേഴ്സ് എന്നൊക്കെ പറയുന്നത് ഗ്ലൂക്കോസ് ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു സാധനത്തിൽ വരുന്നതാണ്. ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ആംബറോമെട്രിക് ബയോസെൻസേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സ് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അയോണുകളാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ ഉണ്ടാവുക. ബയോ റെക്കഗ്നേഷൻ നടക്കുന്ന സമയത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസുകളൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോസെൻസേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ഡിറ്റക്ട് ദ പൊട്ടൻഷ്യൽ ഫ്രം ദ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഇലക്ട്രോ ആക്റ്റീവ് മെറ്റീരിയൽ വെൻ ആൻഡ് കോൺസ്റ്റന്റ് കറന്റ് ഈസ് അപ്ലൈഡ്. നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്താണ് അവിടെ ഒരു അയോൺസുകൾ ഫോം ചെയ്യുന്നത്. ഇറ്റ് വിൽ മെഷർ സ്പീഷീസ് സച്ച് ആസ് H+, NH+, ലൈക്ക്. ഓക്കെ, then isoselective field effect transistor are the low cost devices which is mainly used for detecting this kind of potentiometric value or potential difference. Okay, so ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മയോകാർഡിയൽ ഇൻട്രാമയോകാർഡിയൽ pH ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബയോസെൻസേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബയോസെൻസർ ആണ് പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. മയോകാർഡിയൽ pH ഡ്യൂറിങ് ഓപ്പൺ ഹാർട്ട് സർജറിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബയോസെൻസർ ആണ് ഈ പറയുന്ന ISFET എന്ന് പറയുന്ന ഈ ഒരു ബയോസെൻസറുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, now next one is piezoelectric biosensor or acoustic biosensors. So we will use some kind of acoustic wave to measure. Okay, it will some kind of acoustic wave will be generated during biorecognition. So that will be measured using piezoelectric material like quartz crystal. Okay, so ഇത് യൂഷ്വലി ആന്റിജൻ ആന്റിബോഡി ഇമ്മ്യൂണോളജിക്കൽ ബയോസെൻസേഴ്സുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അക്വാസ്റ്റിക് വേവ് ബയോസെൻസർ അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മാഗ്നറ്റിക് ബയോസെൻസേഴ്സ് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ബയോ റെക്കഗ്നേഷന്റെ സമയത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയോസെൻസേഴ്സുകളാണ് മാഗ്നറ്റിക് ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ തെർമൽ ബയോസെൻസേഴ്സ് ഓർ കലോറിമെട്രിക് ബയോസെൻസേഴ്സ് രണ്ടാണെന്ന് മനസ്സിലാക്കാം. ഒന്ന് എനർജി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എനർജി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പ്രീ ഫോർമുലേഷനിൽ യൂസ് ചെയ്യുന്ന സാധനം എന്താ? ഈ പ്രീ ഫോർമുലേറ്റീവ് ഫാർമസിയിൽ എനർജി ഫോർമേഷൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടി മെഷർ ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ, so thermal biosensors based on the whether there is an production of heat or whether there is an production of some kind of energy അതുണ്ടോന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് thermal biosensors as well as calorimetric biosensors. Now based on the element, biorecognition element we are going to use for the biosensors, we can classify the enzymatic biosensors, DNA biosensors, etc. So first one is enzymatic biosensors. Enzymes ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. accent recognition element that also in the immobilized form. അതാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചത്. We have to immobilize the enzyme based on adsorption. Okay, ആ ഒരു മെത്തേഡിലാണ്. ഓക്സിഡോ റിഡക്ടേസ്, ഫിനോൾ ഓക്സിഡേസ്, പെറോക്സിഡേസ് പോലെയുള്ള എൻസൈംസുകളൊക്കെയാണ് യൂഷ്വലി അതിനെ ഒരു എൻസൈം ബയോസെൻസേഴ്സുകളായിട്ട് ബയോ റെക്കഗ്നേഷൻ എലമെന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. സംടൈം വി വിൽ യൂസ് ഹോൾ സെൽ ബയോസെൻസേഴ്സ്, ടിഷ്യൂ ബേസ്ഡ് സെൻസേഴ്സ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഹയർ സ്റ്റെബിലിറ്റി, ലോങ് ഡിറ്റക്ഷൻ ടൈം, ലോ സ്പെസിഫിസിറ്റി ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികളൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ബയോസെൻസേഴ്സുകളാണ് ഹോൾ സെൽ ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. Then sometimes we will use microbial biosensors as an biorecognition element. For example, E. coli for glutamate, and we will use some kind of biorecognition transducer like potentiometric biosensors along with that. Okay, so other കുറച്ച് എക്സാമ്പിൾസുകളാണ് microbial biosensors. Then immunobiosensors, we will use some kind of antigen or antibody to determine the complementary part. If we are using if you want to detect the antigen, we have to use antibody as a biorecognition element and vice versa. Okay, antigen detect ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിബോഡി നമ്മൾ ബയോറെക്കഗ്നേഷൻ എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ആന്റിബോഡിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആന്റിജൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ DNA ബയോസെൻസേഴ്സ്. DNA നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, in order to determine the complementary DNA. അതിന്റെ കോംപ്ലിമെന്ററി, it will be very used in the case of PCR as well as
റീകോമിനന്റ് DNA ടെക്നോളജി അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരിക. ആൻഡ് കമ്മിങ് ടു ദ അപ്ലിക്കേഷൻ മാത്രമായിട്ട് നമുക്ക് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് അപ്ലിക്കേഷൻ ഈസ് ഇൻ ഫുഡ് പ്രോസസ്സിംഗ്, മോണിറ്ററിംഗ് ആൻഡ് ഫുഡ് ഒതന്റിസിറ്റി ആസ് വെൽ ആസ് ക്വാളിറ്റി ആസ് വെൽ ആസ് സേഫ്റ്റി ഓഫ് ദി ഫുഡ് പ്രൊഡക്ട്സ്. സോ ഫസ്റ്റ് അപ്ലിക്കേഷൻ, അതിൽ വരുന്ന ഫസ്റ്റ് അപ്ലിക്കേഷൻ ആണ് ഏജിങ് ഓഫ് ബിയർ. അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോസെൻസേഴ്സുകൾ സാധാരണഗതിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. അറിയാം, ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൽക്കഹോളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്ലൈൻഡ്നെസ് പോലെയുള്ള സാധനങ്ങളൊക്കെ പോകാനുള്ള ചാൻസുകളുണ്ട്. സോ എൻസൈമാറ്റിക് ബയോസെൻസേഴ്സ് ബേസ്ഡ് ഓൺ ദ കൊബാൾട്ട്, phthalocyanin will be used for detection of aging of the beer and for the detection of pathogens in food by detecting the variation of pH, especially the ammonia produced by E. coli. Okay, so we will use some kind of E. coli antibody conjugates as an biosensors for determination of any kind of pathogen in the food, and for determination of quality of food, like freshness of meat, fish product and their quality by reacting with some chemical entity that will be developed during the process putrefaction. ഡീകമ്പോസിഷൻ നടക്കുന്ന സമയത്ത് പല കെമിക്കൽസുകൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനലൈറ്റ്സുകൾ യൂസ് ചെയ്തിട്ട് എത്രത്തോളം അത് ഫ്രഷ് ആണ് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് ഡയറി ഇൻഡസ്ട്രിയിലും ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Now coming to the second one, in industrial as well as fermentation industry, we will use for assay of concentration of ion in the fermented product. Final productil എത്രത്തോളം അയോൺസുകൾ ഫോം ചെയ്തിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, in order to monitor the final desired product like enzyme, antibody by product as well as culture to be obtained from the optimum yield of the desired product. For example, alcohol from the molasses. ഇതെല്ലാം ഫെർമെന്റേഷൻ പ്രോസസ്സുമായി നടക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ, ഫൈനൽ പ്രൊഡക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബയോസെൻസേഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. Now in the environmental field, for monitoring of various pollutant in the water, to determine the pesticide by potentiometric biosensors, to analysis of water pollution from the herbicide, for remote sensing of admixture of mine gases, monitoring of toxic gases, and concentration of ammonia by can be defined with the microbial biosensors with the cells of Nitromonas species. So these are the some of the application in the environmental field. Okay, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളുള്ള പല സാധനങ്ങളും, മൈൻ ഏരിയയിലൊക്കെയുള്ള ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഒരാൾ പോയിട്ടൊന്നും അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ബയോസെൻസേഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് നമ്മൾ സാധാരണഗതിയിൽ നോക്കാറുള്ളത്. Now coming to the medical field or pharmaceutical field, for the medical diagnosis of blood pressure, blood glucose, ഇതിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബയോസെൻസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിനിക്കൽ അനാലിസിസിന് വേണ്ടി കാർഡിയാക് മാർക്കേഴ്സുകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ സാധാരണ പറയാം മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ അവർ പലപ്പോഴും പല ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് കാർഡിയാക് മാർക്കേഴ്സുകൾ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാറുള്ളത്. ഇപ്പോൾ ബയോസെൻസേഴ്സുകളൊക്കെ അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ബ്ലഡ് എടുത്തു കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഫോർ ദ മെഷർമെന്റ് ഓഫ് മെറ്റബോളൈറ്റ് വിച്ച് വിൽ സേവ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഫോർ പാത്തജനിക് പാരാമീറ്റേഴ്സ്, മെറ്റബോളിക് ഡിസ്റ്റർബൻസസ് ലൈക്ക് ഗ്ലൂട്ടമേറ്റ്, അസറ്റൈൽ കോളിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, ദെൻ ആഫ്നിയം ഓക്സൈഡ് ഫോർ ഏർലി സ്റ്റേജ് ഡിറ്റക്ഷൻ ഓഫ് ഹ്യൂമൻ ഇന്റർലൂക്കിൻ. ഇന്റർലൂക്കിൻ ഈസ് ആൻ substance which is released during viral infection. Okay, viral infection വരുന്ന സമയത്ത് ഇമ്മ്യൂൺ സിസ്റ്റം റിലീസ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണോ മോഡുലേറ്റർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇന്റർലൂക്കിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു മോണിറ്റർ സസെപ്റ്റിബിലിറ്റി ഓഫ് കീമോതെറാപ്യൂട്ടിക് ഏജന്റ്, ടു മോണിറ്റർ റെസ്പിറേറ്ററി ഗ്യാസസ് ലൈക്ക് മെഡിക്കൽ ഓക്സിജൻസ്, ദെൻ in organ replacement procedures like artificial pancreas. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ബയോസെൻസേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Now we are in the era of lab on chip അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി നമുക്ക് ഒരു ട്രഡീഷണൽ ലാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് എടുത്ത് അതിന് ഓരോ കമ്പോണന്റും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രീതിയിലുള്ള റിയേജൻസുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മാനുവൽ അനാലിസിസ് പോസിബിൾ ആവുകയുള്ളൂ. ബട്ട് ലാബ് ഓൺ ചിപ്പ് പോലെയുള്ള ഒരു ബയോസെൻസേഴ്സുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺസ് ഇഫ് വി can able to take the sample of blood, it will instantaneously analyze different parameters in the blood.
ഓക്കെ, അപ്പോൾ അതാണ് ലാബ് ഓൺ ചിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് PCR അല്ലെങ്കിൽ DNA എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബ് ഓൺ ചിപ്പ് കൺസെപ്റ്റ് ആണ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് ഓഫ് ദി ബയോസെൻസേഴ്സ്. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളെ ചുറ്റും കുറേ ബയോസെൻസേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. ഈവൻ നമ്മൾ ട്രാൻസ്പ്ലാന്റിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും, കോക്ലിയർ ഇംപ്ലാന്റ്സുകളായിരിക്കും, പേസ് മേക്കറുകളായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ബേസിക് പ്രിൻസിപ്പിളിന്റെ മുകളിലാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, കൺവേർട്ട് ചെയ്ത് അതിനൊരു സിഗ്നലാക്കി മാറ്റി വേറെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഇൻസുലിൻ പമ്പുകളായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു കൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. ഇതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് അപ്ലിക്കേഷൻ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോസെൻസേഴ്സ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് ബയോസെൻസറിന്റെ ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷനും കമ്പോണന്റും പ്രിൻസിപ്പിളും അല്ലാതെ വളരെ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോസെൻസേഴ്സ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ബയോസെൻസേഴ്സ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ അതിനെ കാണാം. വെറുതെ ഒരു ജനറൽ ആയിട്ട് ഹെഡിങ് എഴുതി വെക്കാൻ പഠിക്കാത്ത മൊത്തത്തിൽ ഒരു സ്പെസിഫിക് ഏരിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. സോ ദീസ് ആർ ദ സം ഓഫ് ദ റെഫറൻസസ് ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബയോസെൻസേഴ്സ്. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. താങ്ക് യു.